ഗണപതയേ നമഃ. അവിഘ്നമസ്തു. 8-ാം ദിവസം ലക്ഷ്മണ ഗുഹ സംവാദം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാങ്കുലനായി ഗുഹൻ. ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ, പുഷ്കരനേത്രനെ കണ്ടിലയോ സഖേ. പർണതൽപേ ഭുവിധാരുമൂലെ കിടന്നർണോജനേത്രൻ ഉറങ്ങുമാറായിതു. സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നമിന്നഹ പല്ലവ പല്യങ്കസ്മിനി വനാന്തരേ. ശ്രീരാമദേവനു ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ദരാചിത്തമാസ്ഥായ കൈകേയി താൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ. ശ്രുത്വാ ഭുഗോക്തികളിത്തമാഹന്ത സൗമിത്രയും സത്വരം ഉത്തരം ചൊല്ലിനാൻ. ഭദ്രമതേ ശൃണുമദ്വചനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതുർജഗത്രയേ കസ്യ സുഖസ്യ വാ ഹേതു കോപി സഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ദുഃഖകൾ സുഖങ്ങൾ ദാനം ചെയ്വതിനൊരു ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിധി വൃഥാ. തോന്നുന്നിത ജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ഞാനിതിന്നിതു കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വൃഥാഭിമാനേന കേൾ. ലോകം നിജ കർമ്മസൂത്രബന്ധം സഖേ ഭോഗങ്ങളും നിജ കർമാനുസാരികൾ. മിത്രാരുദ്യാസീന ബാന്ധവദ്വേഷമ മധ്യസ്ഥ സുഹൃജ്ജന ഭേദബുദ്ധിഭ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യത്തെ തത്ര യഥാ തഥാ. ദുഃഖം സുഖം നിജ കർമ്മവശഗതമൊക്കെയെന്നുൾക്കാമ്പു കൊണ്ടു നിനച്ചതിൽ യദ്യജ്ഞാതം യത്ര ദലാകാലേന്ദരേ തത്തിൽ ഭുജിച്ചതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം
വിധികൃതം വർജിക്കയും വേണ്ട. വ്യർത്ഥമോർത്തോളം വിഷാദഹർഷാദികൾ ചിത്തേ ശുഭാശു കൈർമവു ഫലപദേ. മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ. സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ നിൽക്കാവതല്ല സുരാസുരന്മാരും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരുമാകുമില്ല. ദുഃഖാനന്തരം സുഖം നൂനം ദിനരാത്രി പോലെ ഗതാഗതം. മാനസേ ചിന്തിക്കിലത്രയുമല്ലടോ ദുഃഖമധ്യേ സുഖമായും വരും. പിന്നെ ദുഃഖം സുഖമധ്യസ്ഥമായും വരും. രണ്ടുമന്യോന സംയുക്തമായേവനുമുണ്ടു ജലപങ്കമെന്ന പോലെ സഖേ. ആകയാൽ ധൈര്യവദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും തൃഷ്ടാത്മന മരുവുന്നു ഭൂതജനം. തൃഷ്ടമെല്ലാം മഹാമായേതി വേനലാൽ. ഇഥം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താനന്ദഭേദം പറഞ്ഞു നിൽക്കും നേരം. മിത്രതുലിച്ചൊരു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു. തോണി വരുത്തുകെന്ന പോൽ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ. സ്വാമിനിയും ദ്രോണികാ സമാരുഹൃതാം സൗമിത്രിണാ ജനകാത്മജയാ സമം. തോണി തുഴയുന്നതു മടിയൻ തന്നെ മാനവവീര മമ പ്രാണവല്ലഭ. ശൃംഗിവേരാധിപൻ വാക്കു കേട്ട നേരം മംഗളദേവതയാകിയ സീതയെ കൈയും പിടിച്ചു കരേറ്റി ഗുഹനുടെ കൈയും പിടിച്ചു താനും കരേറിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയുമായതുമായൊരു തോണി കരേറിനാൻ. ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും. മംഗലാപാംഗിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാദരാലിങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവാൻ. രക്ഷിച്ചു കൊള്ളുക നീ ആപത്തു കൂടാതെ. ദക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകുലം ഗമിച്ചിടിനാർ. തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൽ മനോഗതം. കൂടെ വിടകൊള്ളുവതിഞ്ഞടിയനുമൊരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലാകിലേണാംബിബിംബാനനെ ജഗദീപതേ. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിടു നീ സത്യവിരോധം വരാരാമഭാഷിതം. ഇത്തരമോരോ വിധമരുൾ ചെയ്തു ചിത്തമോദേന ഗാഠാശേഷ്ടവും ചെയ്തു.
ഭക്തനെ പോകെന്നയച്ചു രഘൂത്തമൻ. ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടും മന്ദിരം പുക്കു ചിന്തിച്ചു മരുവിനാൻ. ഭരദ്വാജാശ്രമപ്രവേശം. വൈദേഹി തന്നോടുകൂടവേ രാഘവൻ സോദരനോടുമൊരു മൃഗത്തെ കൊന്നു സാദരം ഭുക്ത്വാ സുഖേന വസിച്ചിതു പാപമൂലേ ദലാഢ്യതൽപസ്ഥലേ. മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥിവന്നർഘ്യാദി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താദരാൽ. ചിത്തമോദത്തോടിരുന്നോരു നേരത്തു തത്ര കാണായിതുന്നൊരു പടുതന്നെയും. അപ്പോൾ അവിടുന്നരുൾ ചെയ്തു രാഘവൻ, ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥനന്ദനുണ്ടു തൻ ഭാമിനിയോടും അനുജനോടും വന്നു പാർത്തിരിക്കുന്നതിനു ജാതികേയെന്ന വാർത്ത വൈകാതെ ഉണർത്തിക്കയെന്ന പോൽ താപസശ്രേഷ്ഠനോടോ ബ്രഹ്മചാരി ചെന്നരോ ഭാഗസന്തോഷമോടു ചൊല്ലിടിനാൻ. ആശ്രമോ പന്തേ ദശരഥപുത്രനുണ്ടാശ്രിതവത്സല പാർത്തിരിക്കുന്നീടുന്നു. ശ്രുത്വാ ഭരദ്വാജശ്രിതം സമുധായ ഹസ്തേ സമാദായ സർഘ്യപാദ്യാദിയം. ഗത്വാ രഘൂത്തമസന്നിധൗ സത്വരം ഭക്തേവ പൂജയിത്വാ സഹ ലക്ഷ്മണം. ദൃഷ്ട്വാ രമാവരം രാമം ദയാപരം തുഷ്ട്വാ പരമാനന്ദബാബ്ധൗ മുഴുകിനാൾ. ദാശരഥിയും ഭരദ്വാജപാദങ്ങളാശു വണങ്ങിനാൻ. ഭാര്യാനുജാനിതം ആശീർവചനപൂർവം മുനിപുങ്കവുനാശയമന്തിയുമായി അരുൾ ചെയ്തു. പാദരസജ പവിത്രയാകീടു നീ വേദാത്മക മമ പർണശാലാഭിമാം. ഇത്തമുക്തമായി തൊടുമൈ ജനകീയ സീതയെ സത്യസ്വരൂപം ജഹാനുജം സാദരം. പൂജാവിധേനേന പൂജിച്ചുടൻ ഭരദ്വാജത പ്രോദന ശ്രേഷ്ഠനരുൾ ചെയ്തു. നിന്നോടു സംഗമമുണ്ടാകുക കാരണം മിന്ന വന്നു തപസ്സഫല്യമൊക്കവേ. ജ്ഞാതം മയാ അവാദന്തം രഘുപതേ ഭൂതമാഗമികം വാ കരുണാനിധേ. ഞാനറിഞ്ഞേ പരമാത്മാ ഭവാൻ കാര്യമാനുഷനായിതു മായയാ ഭൂതലേ. ബ്രഹ്മണാ പണ്ടു സമ്പാർത്തിനിക്കായാൽ ജന്മമുണ്ടായിതു യാതൊന്നിതെന്നും. കാനനവാസവകാശമുണ്ടായതും ഞാനറിഞ്ഞിടേന നിന്നതെന്നിടോ. ജ്ഞാനദിദ്രഷ്ടതാ തവ ധ്യാനചേതയോ ജ്ഞാനമൂർത്തേ സകലതയും കണ്ടു ഞാൻ. എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥയേനം. ശ്രീപതിരാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവമരുൾ ചെയ്തു. ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ. ഇത്തമന്യോന് ഭാഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞിതു രാത്രി മുനിയുമായി. വാൽമീകി ആശ്രമപ്രവേശം. ഉത്ഥാനുവും ചെയ്തു ശശി മുനിവര പത്രയായുള്ള കുമാരന്മാരുമായി.
ഉത്തമമായ കാളിന്തി നദിയെ മുത്തീര താപസാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചു ജവാൽ തത്ര വാത്മീകെന്ന ശ്രമം നിർമ്മലം നാനാമുനികുലസുങ്കലം കേവലം നാനാമൃഗ ബിജ്ജകീർണം മനോഹരം ഉത്തമവൃക്ഷലതാ പരിശോഭിതം നിത്യകുസുമദള ദലസംയുതം തത്ര ഗത്വാ സമാസീനം മുനികുലസത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദരമിന്ദീവരീക്ഷണം ഇന്ദിരീ വൃന്ദാരകൈരവന്ദിഭം ബാണതുണീരദുർഭരം പിഷ്ടപത്രാണനിപുണം ജടാമുകോജ്വലം ജാനകീ ലക്ഷ്മണപേദം രഘൂത്തമം മാനവവേന്ദ്രം കണ്ടു വാത്മീകിയും തഥാ സന്തോഷബാഷ്പാങ്കുലനാശായായി രാഘവൻ തൻ തിരുമേനി ഗാഢം പുനർനീടിനാൻ നാരായണം പരമദാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷസാഗരം മാനുഷം പൂജയിത്വാ ജഗൽപൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തി പൂണ്ടർഘ്യ പാദാദികൾ കൊണ്ടത മുക്തിപ്രദനായി നാഥനു സാദരം പക്വമധുരമധു ഫലമുലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുധാ ഭുക്ത്വാ പരിശ്രമം തീർത്തു രഘുവൻ നത്വാ മുനിവരൻ നിന്നോടരുൾ ചെയ്തു തത്വാധന്യന വനത്തിനു പുറപ്പെട്ടു സോദരനോടു ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം ഭവതാമറിയില്ലല്ലോ യാതൊരിടത്തും സുഖേന വസിക്കാവൂ സീതയോടും കൂടിയിരുന്നാർ ചെയ്യാം ഇദ്ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരുകയെന്നുണ്ടാശ മഹാമുനേ ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗളദേശങ്ങൾ മുഖ്യവാസാചിതം എന്നിട്ടു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്വതിന്നവയമരുൾ ചെയ്തു സർവലോകങ്ങളും തിങ്കൾ വസിക്കുന്ന സർവലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാദരം നിവാസസ്ഥേല മംഗലേ എങ്ങാലെന്തു ചൊല്ലി വരും സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷണ ചോദിക്ക കാരണം സൗഖ്യേന തേ വസിപ്പാനുള്ള മന്ദിരമാഖ്യാവിശേഷണ ചൊല്ലുന്നതുണ്ടു ഞാൻ